ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റപ്പാലത്തു നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ സമയം രാത്രി 3 മണി സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഉടുമ്പൽപേട്ട തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അവിടെ ചേച്ചിയുടെ വീടാണ് എൻ്റെ. അപ്പോൾ ചേച്ചിയുടെ മകള് കുറച്ച് ദിവസമായി അവിടെ കാലൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ കാണാൻ പോകണമെന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അതേപോലെ തന്നെ ചക്കയും മാങ്ങ അവിടെ കിട്ടാറില്ല. അപ്പോൾ കൊണ്ടുവരുമെന്ന് ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എന്തായാലും അത് നമുക്കിവിടെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കിട്ടുമല്ലോ. അതൊക്കെ അവിടെ നിന്ന് കിട്ടാത്തതല്ല. അവിടെയൊക്കെ ചക്കച്ചുള പൈസയ്ക്ക്, അതേപോലെ ചക്കക്കുരു പൈസയ്ക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ കൊടുക്കണത് അവിടെ. അപ്പോൾ അത്രയും കിട്ടാത്തൊരു സ്ഥലം കൊണ്ട് എന്തായാലും കുറച്ച് കൊടുക്കുക വിചാരിച്ചിട്ട് ഞാനും വിജയേട്ടനും കൂടിയാണ് അങ്ങോട്ട് പോണത്. അപ്പോൾ ഇന്ന് പോയ നാളെ വരാമെന്നുള്ള ഒരു ഇതിലാണ് പോണത്. അപ്പോൾ ഇന്ന് എന്തായാലും പണി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അപ്പം ട്രെയിൻ ഒരു 3:45 കേട്ടോ ട്രെയിൻ വന്നത്. ഞങ്ങൾ 3 മണിക്ക് സ്റ്റേഷൻ്റെ അവിടെ എത്തി, ഒറ്റപ്പാലം സ്റ്റേഷൻ്റെ അവിടെ എത്തി. അങ്ങനെ ഒരു 3:45 ട്രെയിൻ 2 ട്രെയിൻ ഉണ്ടായിരുന്നു. ട്രെയിന് അങ്ങനെ പോയി ശീലമായത് കൊണ്ട് വിജയേട്ടന് കുഴപ്പമില്ല. എനിക്ക് പെട്ടെന്നൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. കാരണം നമ്മൾ മധുര ട്രെയിനിൻ്റെ പേരൊക്കെ നമ്മൾ ഒന്നും അറിയണമല്ലോ. ആ ട്രെയിനൊക്കെ കയറി വിജയേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ പറഞ്ഞിട്ട് വന്നിട്ടോ. 2 ചായ വാങ്ങി, പിന്നെ 2 ഉഴുന്നുവടി വാങ്ങിയിട്ടു. ഞാൻ കഴിച്ചില്ല കേട്ടോ, അവിടെ നിറയെ ആൾക്കാരായിരുന്നു. പിന്നെ അവരെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ഉഴുന്നുവട കഴിക്കാൻ പറ്റുമോ? മോശമല്ല കേട്ടോ. വിശക്കണ്ട കുഴപ്പമില്ല, നേരം വിളിച്ചായിട്ടുള്ളൂ. അപ്പോൾ വിജയേട്ടൻ എന്തായാലും 2 ഉഴുന്നുവടയൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ. ചായ വേണ്ട പറഞ്ഞു തന്നെയാണ്. കാരണം ചായ കുടിച്ചിട്ടാണ് ഞാൻ വന്നത്. വീട്ടിൽ നിന്ന് ചായയും ചോറും കൂട്ടാനും അതേപോലെ റവ കൊണ്ട് മുളക് ഉണ്ടാക്കി. അച്ഛനും മോനും വീട്ടിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞിട്ടാണ് രാത്രി ഉറങ്ങിയിട്ടില്ല കേട്ടോ. രാത്രി 2 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ 2 മണിയാകുമ്പോഴേക്ക് ഞാൻ ചോറ് അതേപോലെ കൂട്ടാൻ സാമ്പാർ വെച്ചു. പിന്നെ അങ്ങനെ മാവും ചായ അടക്കം വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. മറ്റത് അവിടെ വയ്ക്കാതെ പോന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ദിവസം അവർക്ക് വയ്ക്കണ്ടല്ലോ. അങ്ങനെ ഞാനും വിജയേട്ടനും കൂടിയിട്ട് ഉടുമ്പൽപേട്ട പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ. ഒരു 3.5 മണിക്കൂർ സമയം കൊണ്ടാണ് അവിടെ എത്തിയത്. ടിക്കറ്റിന് അധികം പൈസയൊന്നും വന്നില്ല. തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് 65 രൂപയാണ് കേട്ടോ ടിക്കറ്റിന് വന്നത്. അപ്പോൾ ഞങ്ങളുടെ മാന്നന്നൂരിൽ നിന്ന് ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് സ്കൂട്ടിയിലാണ് വന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ട്രെയിനിന് വന്നത് കേട്ടോ. അങ്ങനെ വിജയേട്ടൻ അവിടെ എത്താറായി. വിജയേട്ടൻ മുടിയൊക്കെ ചീന്തി ഒതുക്കുകയാണ്. ഇവിടെ എത്താറായല്ലോ. അപ്പോൾ ബസ്സിന് അധികം തിരക്കൊന്നുമില്ല. പിന്നെ ബസ്സിന് ഇവിടെ അധികം ടിക്കറ്റൊന്നുമില്ല. സ്ത്രീകൾക്ക് അങ്ങനെ ടിക്കറ്റ് വേണ്ട. എല്ലാ ബസ്സിലല്ല, ട്രാൻസ്പോർട്ട് ബസ്സിന് അങ്ങനെ സ്ത്രീകൾക്ക് പൈസ മേടിക്കില്ല. പിന്നെ അതേപോലെ നമ്മുടെ അവിടെയൊക്കെ 20 രൂപ ഉള്ളിടത്ത് ഇവിടെ 10 രൂപ ബസ്സിന് മേടിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ കാലത്താണ് എത്തിയത്. കാലത്ത് ഒരു 8:30 ആകുമ്പോഴേക്കാണ് എത്തിയത്. കാരണം ട്രെയിൻ ഇറങ്ങിയിട്ടും ബസ്സിനൊക്കെ പോകാണ്ട്. അങ്ങനെ ദോശയും പിന്നെ കുറുമക്കറി ചമ്മന്തി ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 രൂപയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ തമിഴ്നാട് ദോശയും ചട്നിയൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. അതേപോലെ ഉച്ചയ്ക്കുള്ളത് ഞങ്ങൾ ചക്കയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചക്കയൊക്കെ നന്നാക്കി. മുരിങ്ങ കുറച്ച് ദൂരം പോയിട്ട് മുരിങ്ങയൊക്കെ പൊട്ടിച്ചു കൊടുന്നു. അപ്പോൾ ചക്കക്കുരും മുരിങ്ങയൊക്കെ വെച്ചു. കാരണം ഇവിടെ വയ്ക്കാറില്ല. ചിലവർ പറയും ചക്ക പഴുത്തത് മാത്രമേ കഴിക്കുള്ളൂ, പച്ച കഴിക്കില്ല, പച്ച കളയുണ്ടെന്നൊക്കെ കേട്ടോ. അടുത്ത വീട്ടിലത്തെ ചേച്ചി പറയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെന്തായാലും അത് നല്ല അതിൽ നാളികേരമൊക്കെ അരച്ചിട്ട് നല്ല എരിശ്ശേരി പോലെയാണ് വെച്ചത്. ചക്ക അടിപൊളിയായിട്ട് ഉച്ചയ്ക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ കേരളത്തിലത്തെ ഉള്ള വെപ്പായിരുന്നു ഇന്നിവിടെ വന്നപ്പോൾ ചേച്ചീനെ എന്നിട്ട് വെച്ചതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം, ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അങ്ങനെ മുളക് വറുത്തത്, രസം, ഉപ്പേരി, കൂട്ടാൻ അങ്ങനെയൊക്കെ ആയിട്ട്